വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇത് ബോൺലെസ് ചിക്കൻ കുറച്ച് വരട്ടി വെച്ചാട്ടോ, വേറെ ഒന്നുമല്ല. അങ്കു ഇപ്പോൾ ഇവിടെ വെക്കേഷനാട്ടോ. നമ്മുടെ നാട്ടിൽ സ്കൂൾ തുടങ്ങുമ്പോൾ ഇവിടെ വെക്കേഷനാണ്. ഇനി ഒരു മാസം വെക്കേഷനാണ്. അപ്പോൾ പിള്ളേർ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ അവർക്ക് കുറച്ച് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റേത് രാവിലെ പോയി വൈകുന്നേരം വരുമ്പോൾ ഇടയ്ക്ക് എന്തൊക്കെയോ കിളി കുത്തി തിന്നുന്നല്ലോ അവർ കഴിക്കത്തല്ലേ ഉള്ളൂ. അപ്പോൾ അവന് വേണ്ടിയാണ് മെയിൻലി ഇതേ കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ പൂരിയും അവന് ഇഷ്ടമാണ്, പൂരിയും ചിക്കൻ ഫ്രൈ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവന് പൂരിയും ചിക്കൻ ഫ്രൈയും കൊടുക്കാമെന്ന്. രാക്കി ഇപ്പോൾ ആയുർവേദം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഓയിൽ, അതായത് ഫ്രൈഡ് ഐറ്റംസും കാര്യങ്ങളും ഒന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ രാക്കിക്ക് അല്ലാതുള്ള എന്തെങ്കിലും, മിക്കവാറും ദോശ എങ്ങനെ ചുട്ട് ഈ രണ്ടെണ്ണം അതാകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇവിടെ ടൗൺഷിപ്പിലെ ബേക്കിംഗ് ഡേ ബ്രെഡ് കേട്ടോ, ആട്ട ബ്രെഡാണ്. അവർ ഈ പ്രാവശ്യം പീസ് ചെയ്ത് തന്നു. പക്ഷെ നല്ല ഭംഗിയായിട്ട് നല്ല മണമാണ്. എനിക്കറിയില്ല ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ചിക്കനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്കുന് ഇടയ്ക്ക് ഒന്ന് മഞ്ച് ചെയ്യാൻ കൊടുക്കല. അവന് ചോറൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അതേ നമ്മുടെ സമ്മർ ഫ്രൂട്ട്സ്, ഒരു വാട്ടർമെലൻ്റെ പല വെറൈറ്റി ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഉള്ള നമ്മുടെ പഴം ലിച്ചി, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിരുന്നില്ലേ, ലിച്ചി അതിരുന്ന് ഉണങ്ങിപ്പോയി കേട്ടോ. അത് പൊളിച്ച് കഴിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ പപ്പായ, അതുകൂടാതെ മാങ്ങ, അത് രണ്ടെണ്ണം ഞാൻ പുറത്ത് വെച്ചു, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. മാങ്ങ രണ്ടെണ്ണം എടുത്തതേ ഞാൻ ഈ രീതിയിലൊന്ന് പൾപ്പാക്കി വെച്ചു. പിന്നെന്താണ്, ഞാനിവിടെ നിന്നപ്പോഴേ മയിൽ ഇങ്ങനെ നമ്മുടെ പീലി നല്ല രീതിയിൽ നിവർത്തി നിൽക്കുന്ന കണ്ടു. അപ്പോൾ ആ സെയിം മയിൽ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോൾ ആരോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കൂടെ വരുന്നുണ്ടായിരുന്നു. അത് പറന്ന് ദേ മരത്തിൽ കയറി. ഇത്രയും പീലി ഉണ്ടായിട്ടും അത് മരത്തിൽ കയറുന്നെന്നുള്ളതാട്ടോ. അതിന് എനിക്ക് തോന്നുന്നു ഫെദർ ലൈറ്റ് ആയിരിക്കും എന്തോ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയില്ലേ, അപ്പോൾ പിള്ളേർക്ക് പറ്റിയൊരു സംഭവം കാണിച്ചു തരാവേ. നമ്മുടെ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങി ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഞാനതൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് ഹെർബ്സ് എന്ന് വെച്ചാൽ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സും അതിൻ്റെ കൂടെ പാസ്ത മിക്സോ ഒറിഗാനോ എന്തെങ്കിലും, അത് ഹെൽത്തി ആട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു ഫ്ലേവറും കിട്ടും. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇങ്ങനെ തിരുമിയിട്ട് നമുക്ക് ബേക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ക്രഷ്ഡ് കുരുമുളക് കൊണ്ട് ഇട്ടു. പിള്ളേർക്ക് ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഉരുളക്കിഴങ്ങിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇങ്ങനെ ടോസ് ചെയ്തിട്ട് ഞാനിത് ബേക്ക് ചെയ്യാം കേട്ടോ. മൈക്രോവേവിലോ അല്ലെങ്കിൽ ഗ്രിൽ മോഡിലോ ഏതെങ്കിലും രീതിയിൽ ബേക്ക് ചെയ്താൽ മതി. ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ പൊട്ടാറ്റോ. അപ്പോൾ ഇങ്ങനെ രാത്രിയിൽ ചെയ്ത് വെച്ചാൽ രാവിലെ ജസ്റ്റ് ഒന്നീ തവയിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മൈക്രോവേവ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ ഉള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ എയർ ഫ്രയർ ആയാലും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊന്ന് ഗ്രില്ലിംഗ് മോഡിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാണ്. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ബേക്ക്ഡ് സംഭവമാക്കി നമുക്കെടുക്കാം. അത് ഞാൻ പറഞ്ഞാൽ എയർ ഫ്രയറിൽ വെച്ചാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടിഫിനിലൊക്കെ കൊടുത്തിട്ട് തീർച്ചയായിട്ടും അവർ കഴിക്കും. അതാ ഞാൻ പറഞ്ഞ ഒറിഗാനോയുടെ എന്തെങ്കിലും ഒരു ഹെർബ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ. അത്ര വലിയ കോസ്റ്റ്ലി ഒന്നും അല്ലല്ലോ, ഹെൽത്തി ആ സംഭവം. നമ്മുടെ കറിവേപ്പിലയൊക്കെ പോലെ ഗുണമുള്ള സംഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ പൊട്ടറ്റോയ്ക്ക് ഒരു നെഗറ്റീവ് മാർക്കാ, പക്ഷെ അത് ഹെൽത്തി തന്നെയാട്ടോ. ഒരു കേടുമില്ല, ഞാൻ ഗ്യാരണ്ടി. ദേ മഴ ഉരുണ്ടുകൂടി വരികയാണ്. വേനൽ മഴയുടെ ഇടിയും മിന്നലും കുടുക്കും ഒക്കെ ഉണ്ട്. ചെറുതായിട്ട് ചാരിയും തുടങ്ങുന്നുണ്ട്. നാട്ടിലെന്തായാലും ഇപ്പം നല്ല മഴയല്ലേ. ഇവിടെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പേറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ചൂട് കുറയ്ക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. ചൂട് നല്ല ചൂടാണ്. അപ്പോൾ സ്കൂളൊക്കെ തുറന്നപ്പോൾ ഞാനൊരു കിഡ്സ് ടിഫിൻ ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ വ്ളോഗുകൾ കാണിക്കുന്ന വെർമസലി ഉപ്മാവ്, സൂജിയുടെ നമ്മുടെ റവയുടെ കിട്ടുമല്ലോ, അത് ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് നെയ്യോ എന്തെങ്കിലും എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചിട്ട് കടുകും ഉഴുന്ന് പരിപ്പും മറ്റേ പരിപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ വറ്റൽമുളകും അങ്ങനെ ഇട്ടിട്ട് അത് സെർവ് ചെയ്യുമ്പോൾ അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ എരിവ് അധികം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കേട്ടോ. കരിവേപ്പിലയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ ഈ റവ അല്ലല്ലോ, നമ്മുടെ വെർമസലി അതിനകത്ത് തട്ടിയിട്ട് ഒന്ന് ഇളക്കി വെള്ളം കുറച്ച് റവ കാട്ടി ഒഴിച്ചു കൊടുക്കുക. കാരണം കുറച്ച് വേഗം ഉണ്ടല്ലോ. ഒരു 3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി കേട്ടോ, ലോ ഫ്ലെയിമിൽ. അപ്പോൾ അത് ഈ രീതിയിൽ കിട്ടും. തുറക്കുമ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടും. നമുക്കറിയാൻ പറ്റും പെട്ടെന്ന് വേകുന്ന സംഭവം റവയല്ലേ. നമ്മുടെ മറ്റു ഉപ്മാവിനെക്കാട്ടിയും പിള്ളേർക്ക് ഈ മാഗിയൊക്കെ പോലെ ഇരിക്കുന്നതുകൊണ്ട് കഴിക്കാൻ പറ്റും. പിന്നെ തുറന്നിട്ടിട്ട് ചിക്കി അങ്ങ് എടുത്താൽ മതി. സംഭവം നല്ലല്ലേ. ഇതേ രീതിയിൽ തന്നെ വെജിറ്റബിൾസ് ഇഷ്ടം കഴിക്കുന്നവരാണെങ്കിൽ പുലാവ് പോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ കുറച്ച് പഞ്ചസാരയോ പഴമോ എന്തെങ്കിലും കൊടുത്താൽ ഹെൽത്തി ടിഫിൻ ബോക്സ് അല്ലേ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കട്ടെ, എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് റവയും ഇതും, എനിക്ക് ഉപ്മാവ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. ഉപ്മാവ് സാധാരണ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത, പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചിന് ഇതേ വെണ്ടയ്ക്ക, ഈ ചൂടത്തെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കാട്ടോ ഇഷ്ടംപോലെ വന്ന് മറിയും. അപ്പോൾ ഞാനൊരു സാമ്പാർ ഒട്ട് രീതിയിൽ രാക്കി ഇപ്പോൾ ആയുർവേദം കഴിക്കുന്നുണ്ട്, അത്ര എരിവൊന്നും പാടില്ല. അപ്പോൾ എരിവൊക്കെ കുറച്ചിട്ട്
ഒരു കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ടൊരു സാമ്പാറും പിന്നെ ബീൻസും നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടൊരു ഉപ്പേരി പോലെ മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കി. കൂടെ വെണ്ടയ്ക്കയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചു, എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ചെല്ലണമല്ലോ. അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്ക ഞാൻ കഴുകി ഒന്ന് വെള്ളം മാറിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. യൂറിക് ആസിഡ് കൂട്ടിയിട്ട് രാക്കയുടെ 2 കാലിലും നീരാ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് വറവ്, പൊരിവ്, ബേക്കറി ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് എണ്ണയൊക്കെ കുറച്ചിട്ടുള്ള ഭക്ഷണമാണ്. നോർമൽ ഫുഡ് കഴിക്കാം, പച്ചക്കറി എത്ര വേണമെങ്കിലും കഴിക്കാം, അങ്ങനെ ഒരു സംഭവം. അപ്പം കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് മെഴുക്കുവരട്ടി വെച്ചാൽ വെണ്ടയ്ക്കയാകും. സാമ്പാറിന് അധികം എരിവൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക അരിയാൻ നേരം കുറച്ച് എന്തെങ്കിലും ടി വി കണ്ടാലും പെട്ടെന്ന് അങ്ങ് അരിയാം, അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് അരിയുമ്പോൾ അങ്ങ് മടിയാന്നേ. അപ്പോൾ അതേ അരിഞ്ഞ് വന്നപ്പോൾ കുറച്ച് അതായത് കുറച്ച് കിളുന്തല്ലായിരുന്നു സംഭവം, 3-4 എണ്ണം നല്ല അട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയത് ഞാൻ ഈ രീതിയിൽ അരിഞ്ഞിട്ട് കുറച്ച് എണ്ണയിലൊന്ന് മെഴുക്കുവരട്ടാം. ഒരു ലേശം മഞ്ഞപ്പൊടിയും ലേശം മുളക് പൊടിയും മാത്രം. അതിനുശേഷം ഞാൻ സവാള ഇടാറുണ്ട്. സവാള തണുപ്പാട്ടോ നമ്മുടെ ശരീരത്തിന്. റോ ആയിട്ട് കഴിക്കുന്നതിനെക്കാട്ടി ചെറുതായിട്ടൊന്ന് വഴറ്റിയാലേ അത് നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. മെഴുക്കുവരട്ടി ശരിക്കും രാക്കേനെ കരുതിയാണ് ഈ മെഴുക്കുവരട്ടി ഞാൻ വെച്ചത്. പിന്നെ ബീൻസ് ഉണങ്ങി കിടന്നുകൊണ്ട് ആ ബീൻസ് ഉരുളക്കിഴങ്ങും കൂടെ വെച്ചത്. ചോറും നമ്മുടെ ഗുരുവായൂർ പപ്പടം കാച്ചി വെച്ചിരുന്നത് ബാക്കി ഇവിടെ ഇരിക്കുക. ഒരെണ്ണം അങ്ങനെ രാക്കേ കഴിക്കും കേട്ടോ, കൊതി മാറാൻ വേണ്ടി. ബാക്കി ഞാനും അങ്കു തന്നെയാണ് കഴിക്കുന്നത്. ഞാനാണ് കഴിക്കുന്നത്, അങ്കുരും ഈ പപ്പടം അത്ര വലിയ താല്പര്യമില്ല. നമ്മുടെ മഴ അതേ ചാറിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ ചായ ഞാൻ എൻ്റെ നേരത്തെ ഇട്ട് കുടിക്കാം, 4:30 എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ മഴയൊക്കെ കണ്ട് നമ്മുടെ ചായയൊക്കെ കുടിക്കാം. പിന്നെ നമ്മുടെ ബ്രെഡ് ഇരിപ്പുണ്ട്, അതൊക്കെ തന്നെ വൈകുന്നേരത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില പൊട്ടിക്കും. കറിവേപ്പില ഇപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ കറിവേപ്പിലയുടെ മുകളിലൊരു കുരു ഉണ്ടല്ലോ, അത് ഭയങ്കര വിഷം കേട്ടോ. നിങ്ങൾക്ക് അറിയാവോ എന്തോ എനിക്കറിയത്തില്ല, അത് പിള്ളേരൊന്നും കഴിക്കാനൊന്നും സമ്മതിക്കരുത്. ബെറിയായിട്ട് നിൽക്കും, പക്ഷേ അത് വിഷമാണ്. എണ്ണയൊക്കെ കാച്ചാൻ ഉപയോഗിക്കാൻ തോന്നുന്നു, അതല്ലേ തേക്കാനാന്ന് തോന്നുന്നു, അല്ലാതെ നമ്മൾ കഴിക്കുകയൊന്നും ചെയ്യരുത്, വിഷമാണ്. അപ്പോൾ അത് നിറച്ച് കായായിട്ട് നിൽക്കും ഇവിടെ. എനിക്കൊന്നും മണ്ട ഒടിച്ച് വിടത്തില്ലല്ലോ ഇവിടെ, അതാണ് ഞാൻ കാണുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മണ്ട നോക്കി തന്നെ ഓടിക്കുന്നത്. ഇവിടെ ഉള്ളവർ ഇങ്ങനെ ഊരി എടുത്തുകൊണ്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ആവശ്യത്തിന് നല്ല ഇലയാണ്, നല്ല മണമുള്ള 2 എണ്ണത്തിൽ 1 എണ്ണമാണ് നല്ലത്, മറ്റേത് അപ്പുറത്ത് വയ്ക്കുന്ന അത്ര സുഖമില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഞാൻ പൊട്ടിച്ചിട്ട് ചുറ്റും ഒന്ന് കറങ്ങി. മയിലുകളുടെ വിളയാട്ടം കേട്ടോ, നല്ല രീതിയിൽ ഇവിടെ ഇപ്പം മയിലുണ്ട്. ചൂട് മയിലിന് ഇഷ്ടമുള്ള സംഭവമല്ലേ. ഇടയ്ക്ക് പെയ്യുന്ന മഴയത്താണ് ഇത് പീലിയൊക്കെ ഇങ്ങനെ വിടർത്തി ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കിളുന്ത് കറിവേപ്പില ഇത്രയും നാൾ അത്ര സുഖമില്ലായിരുന്നു, ഇപ്പം നല്ലത് വന്നു തുടങ്ങി. ഇപ്പം ഞാൻ നമ്മുടെ മല്ലി കഴിഞ്ഞു കേട്ടോ. ഞാൻ സാധാരണ മല്ലി വറുത്ത് പൊടിക്കുകയാണ് പതിവ്. ഇതിപ്പം ഞാൻ കഴിഞ്ഞിരുന്നുകൊണ്ട് പെട്ടെന്ന് ശർമാജിയുടെ കടയിൽ നിന്ന് കുറച്ച് മല്ലിപ്പൊടി അങ്ങ് വാങ്ങിച്ചത് തട്ടിയിട്ടിട്ടുണ്ട്. നോക്കിക്കോ, രാത്രിയിലത്തെ മഴയാണ്, ഭയങ്കര കാറ്റും മഴ, ഇടിയും മിന്നലെല്ലാം ഉണ്ടെന്നേ, പറന്നു പോകുന്നത്. ഹെയിൽ സ്റ്റോൺസ് ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു ഐസ് ഇങ്ങനെ വീഴുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം പുറത്ത് തന്നെ നിന്നു. ഇത് ശരിക്കും ഇന്ത്യൻ മൺസൂൺ റെയിനാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ മൺസൂൺ വരുമ്പോൾ ഉള്ള റെയിനല്ലേ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് റവ ഉപ്മാവും പയറുകറിയും പപ്പടവും, ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. രാക്കയ്ക്ക് ഇത് തന്നെ കൊടുത്തത് കേട്ടോ. രാക്കയ്ക്ക് പയറൊന്നും അധികം കഴിച്ചുകൂടെ, യൂറിക് ആസിഡിന് നമ്മൾ പ്രോട്ടീൻ കൂടുതലുള്ള കഴിച്ചുകൂടെന്നാ. അതേ നല്ല മിന്നലും ഇടിയും മഴയും എല്ലാം ഉണ്ട്. കണ്ടോ, മഴ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇവിടെ പിന്നെ മഴ പെയ്യുമ്പോൾ തന്നെ അങ്ങ് ഡ്രൈ ആയിപ്പോകും, പിറ്റേ ദിവസത്തെ ആ വെയിൽ തന്നെ അങ്ങ്. ഇവിടെ അങ്ങനെ മഴക്കാലം എന്ന് പറയാൻ ശരിക്കും ഉണ്ട് കേട്ടോ. അത് നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ശല്യം ചെയ്യുന്നൊരു മഴ ഇവിടെ ഇല്ല. മിന്നൽ കണ്ടോ, ശക്തിക്കുള്ള മിന്നലാണ്. ഇടിയും മിന്നലും ഒക്കെ അതൊരു സൈഡിൽ കൂടെ ഉള്ളൂ. ഈ നേരം ഞങ്ങളത് ഇങ്ങനെ മഴ നോക്കി നിന്ന് ഇന്നത്തെ ആൾക്ക് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒക്കെയാണ്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.